മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 14 പ്രതികളും അപ്പീൽ നൽകും. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ ന്യൂസ് 8നോട് പറഞ്ഞു. പ്രോസിക്യൂഷന് ഗൂഢാലോചന തെളിയിക്കാനായില്ല. കേസിലെ രേഖകൾ കണ്ടു പഠിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണം CK ശ്രീധരൻ തള്ളി. ശിക്ഷാവിധി വരാനിരിക്കെ CK ശ്രീധരന്റെ വീടിന് പോലീസ് കനത്ത സുരക്ഷയൊരുക്കി. ന്യൂസ് 8 എക്സ്ക്ലൂസീവ്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് CK ശ്രീധരനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഏതായാലും 3-ാം തീയതി വിധി വരികയാണ്. എങ്ങനെ കാണുന്നു? 3-ാം തീയതി ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയ 10 302 IPCയും 120B IPC ഗൂഢാലോചനയും കൊലപാതക കുറ്റവും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രതികളുടെയും അതുപോലെ സെക്ഷൻ 225 IPC പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 4 പ്രതികളുടെയും വിധിയാണ്, അതിൻ്റെ ശിക്ഷാവിധിയാണ് ഈ വരാൻ പോകുന്ന 3-ാം തീയതി കോടതി നടത്താൻ ഇരിക്കുന്നത്. ധാരാളം സാക്ഷികളെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സാക്ഷികളായി കൊണ്ടുവന്നു. പക്ഷെ ആ സാക്ഷികളെല്ലാം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന പെരിയ സർവീസ് സഹകരണ ബാങ്കിലെ ജോലിക്കാരോ ആയ ആളുകളാണ്. ഗൂഢാലോചന സംബന്ധിച്ച് സംഭവം നടന്ന് 2 കൊല്ലത്തിന് ശേഷം ആദ്യമായി CBIയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നതും മൊഴി നൽകുന്നതും എന്നുള്ളത് കൊണ്ട് തന്നെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള ആ മൊഴികളൊന്നും വിശ്വസനീയമല്ല, അടിസ്ഥാനരഹിതമാണ് എന്നുള്ള നിലയിൽ സ്ഥാപിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഗൂഢാലോചനയെ ആരോപിക്കപ്പെട്ട ഒട്ടേറെ പ്രതികൾ നിരപരാധികളാണ് എന്ന് കോടതി കണ്ടെത്തി അവരെ കുറ്റവിമുക്തരാക്കിയിട്ടുള്ളത്. താങ്കൾക്ക് വ്യക്തിപരമായി ഉയർന്നു വന്ന ആരോപണം ഈ കുടുംബത്തോടൊപ്പം ആദ്യഘട്ടത്തിൽ നിന്നൊരാളാണ് അങ്ങ് ഈ പിന്നീട് പ്രതിഭാഗം അഭിഭാഷകനാകുമ്പോൾ ഇതിന്റെ രേഖകളൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിരുന്നെന്നും അത് കേസിനെ ദുർബലമാക്കിയെന്നുള്ള ഒരു വാദം കോൺഗ്രസിന്റെ ഭാഗത്തും കുടുംബത്തിന്റെ ഭാഗത്തും ഉയർന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? പൂർണ്ണമായും തെറ്റായ കളവായ ഒരു ആരോപണമാണ് ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഇത്തരം ആരോപണങ്ങൾ ഉയർത്താനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. ഞാൻ വളരെ സത്യസന്ധമായി പറയുന്നു, എൻ്റെ ദീർഘകാലത്തെ അഭിഭാഷക വൃത്തിയുടെ ആ ഒരു വലിയ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പറയട്ടെ, ഒരിക്കലും ആ കേസിൻ്റെ ഏതെങ്കിലും രേഖകൾ എൻ്റെ മുമ്പിൽ വരികയോ ഞാൻ കാണുകയോ ഞാൻ പഠിക്കുകയോ അതുമായി ആരെങ്കിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഞാൻ ഹാജരാകുമായിരുന്നില്ല എന്ന് തീർത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരമൊരു സംഗതി ഇല്ലാതിരുന്നത് കൊണ്ട് സ്വാഭാവികമായും എനിക്കതിൽ ഹാജരാകുന്നതിൽ നിയമപരമായോ അല്ലാതെയോ യാതൊരു തടസ്സവുമില്ല എന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. കേസിൽ 14 പ്രതികളെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ ഒരു കാര്യത്തിൽ അങ്ങ് കാണുന്നത്? അതിൽ എല്ലാവർക്കുള്ള വകുപ്പുകളും അത് ആ കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളുടെ കാര്യത്തിൽ നിയമാനുസൃതമായി അപ്പീൽ, ഈ സെന്റൻസിനെ സംബന്ധിച്ചുള്ള വിധി ഉണ്ടായാൽ ഉടൻ ജഡ്ജ്മെന്റിന്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ ബന്ധപ്പെട്ട പ്രതികൾ കേരള ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ചുള്ള അപ്പീൽ സമർപ്പിക്കും. നമ്മളിപ്പോൾ കയറി വരുമ്പോൾ കണ്ടത് വീട്ടിന് മുന്നിൽ വലിയ പോലീസ് ബസ്സും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ. ഏതെങ്കിലും തരത്തിൽ അങ്ങക്ക് ഭീഷണി ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടോ? എന്താണ് ഇത്രയും വലിയൊരു പോലീസ് തന്നെ വീട്ടിന് മുന്നിൽ? ഞാൻ ഈ ഒരു കേസ് മാത്രമല്ലല്ലോ, കേരളത്തിൽ വളരെ വളരെ പ്രമാദമായ ഒട്ടേറെ കേസുകളിൽ പല ഘട്ടങ്ങളിലായി വിവിധ കോടതികളിൽ ഹാജരായിട്ടുള്ളൊരു അഭിഭാഷകനാണ് ഞാൻ. സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയ കാരണങ്ങളുള്ള കേസുകളുണ്ട്, അല്ലാത്ത കേസുകളുമുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഒരു ഭീഷണിയും നേരിട്ടിട്ടില്ല, ഇപ്പോഴും ഞാൻ ഭീഷണി നേരിടുന്നില്ല എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പോലീസ് സന്നാഹം സ്വാഭാവികമായി അവർക്ക് കിട്ടുന്ന വല്ല റിപ്പോർട്ടുകളുടെ ആധാരമാക്കിയോ മറ്റോ വേണമെങ്കിൽ അവർക്ക് ഒരു പോലീസിന്റെ ഒരു ഡ്യൂട്ടി എന്നുള്ള നിലയിൽ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ചെയ്തിട്ടുള്ളതാണ് ആയിരിക്കാം. ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് രണ്ടും കലർന്നതാണ്.
രാഷ്ട്രീയമായി സ്വാഭാവികമായും എൻ്റെ എതിരാളികൾക്ക് ഇത്തരം ആരോപണങ്ങളിലൂടെ എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്നുള്ളതാണല്ലോ. ഞാൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ CPM-ൽ ചേർന്നു എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും എന്നെക്കെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ടുവരുവാൻ അവർക്കാവില്ല. സ്വാഭാവികമായും ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയിൽ നിന്ന് വിട്ടുമാറി എന്നുള്ളത് കൊണ്ട് എനിക്കെതിരെ ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അല്ലെങ്കിൽ അപ്രധാനികളായിട്ടുള്ള ആളുകളൊക്കെ എനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കും. അത് ഉന്നയിക്കുന്നത് സ്വാഭാവികം. അവരുടെ ജോലി നിർവഹിക്കട്ടെ എന്നേ ഞാൻ പറയുന്നു. എന്തായാലും വ്യക്തിപരമായി തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണം, അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാമാണ് CK കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. KB ബൈജു, News 18, കാസർഗോഡ്.